ഹലോ അൽബേ കിച്ചൺ നിസാറാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കുഴിമന്തിയാണ്. നമ്മൾ ശരിക്കും ഒറിജിനൽ കുഴിമന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മന്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുളിൻ്റെ വിറകാണ് എടുത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കത്തിച്ചിടണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പൊക്കെ നല്ല കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് അതിക്ക് വേണ്ട ചിക്കനൊക്കെ മസാല തേച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു തലക്ക ഉള്ളി വെട്ടണമുണ്ട്. അതിക്ക് നമ്മൾ 10 ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കന് മസാല തേച്ച് വെച്ച് 15 ഗ്രാം വെച്ചിട്ട് ഏലം പട്ട പൂവ്, പിന്നെ അതേപോലെ 10 ഗ്രാം വെച്ചിട്ട് നല്ല ജീരകം പെരുജീരകം മല്ലിയും കുരുമുളകും, പിന്നെ ഒരു 10-12 ഉണക്കനാരങ്ങ, പിന്നെ ഒരു 10 തക്കാളി, 2 ക്യാപ്സിക്ക, 2 ചെറുനാരങ്ങ, പിന്നെ ഒരു 20 മാഗി ക്യൂബ്. ചിക്കനൊക്കെ നമ്മൾ മസാല തേച്ചത് പിന്നെ നമ്മളെ നെറ്റിൻ്റെ മേലെ ചായച്ച് വെച്ചാണ്. നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു തലക്കന്ന് നമ്മളെ മസാലയിൽ ഒരു 1.5 പാക്കറ്റ് ഓയിൽ ഒഴിച്ച് കണ്ട് സ്പൈസസ് മസാല കട്ടിയതിന് ശേഷം അതിൽ ഉള്ളിയും തക്കാളിയും ബാക്കി സാധനങ്ങളൊക്കെ നല്ല ഉള്ളിയൊക്കെ വാട്ടിയിട്ട് നമ്മൾ വെള്ളം കണക്കാക്കിയിട്ട് ഒരു ബക്കറ്റിന് 1.5 ബക്കറ്റ് വെള്ളം കണക്കാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ലാസ്റ്റ് വെള്ളമൊക്കെ തിളച്ച് വരാൻ നേരത്തെ 2 പാക്കറ്റ് പാൽ, 1 ലിറ്റർ പാലാണ് കൊടുത്തത്. വെള്ളത്തിൽ വേണ്ട മാഗി ക്യൂബും കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ 20 പാക്കറ്റ് മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളച്ച് പാകത്തിന് ഉപ്പൊക്കെ റെഡിയാക്കി. അപ്പോൾ ഒരു തലക്ക് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് നെറ്റുമ്മലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മേലെ വെക്കാനുള്ള ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇടുകയാണ്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഒക്കെ കൊട്ടിയിട്ട് അരിയൊക്കെ ഇട്ട് വീഡിയോ എടുക്കുമ്പോൾ ചില സംഗതികളൊക്കെ നമ്മളെ ഇടയിലൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുക്കുകയാണ് മന്തിൻ്റെ. അപ്പോൾ നമ്മൾ ചില വീഡിയോസൊക്കെ നമ്മൾ ഇളക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഉണക്കനാരങ്ങ ഇപ്പോൾ ലാസ്റ്റ് തട്ടി കൊടുക്കുക. നേരത്തെ തന്നെ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കാണാനൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ കരിയൊക്കെ നല്ല കാണാനൊക്കെ നല്ല നല്ല ചൂടുള്ള കണലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അങ്ങനെ ഏകദേശം വറ്റിയിട്ടുണ്ട്. വറ്റിയിട്ട് ശേഷം നമ്മൾ നേരെ നമ്മളെ ചോറിൻ്റെ ചെമ്പ് നേരെ കുഴിക്ക് ഇറക്കാൻ പോവാണ്. അപ്പം മന്തിൻ്റെ റൈസിൻ്റെ ചെമ്പ് ഇറക്കി വെച്ച ശേഷം നമ്മൾ മസാല ഒക്കെ തേച്ച് കോഴി നെറ്റുമ്പോഴാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമ്മൾ കോഴീൻ്റെ നെറ്റ് അങ്ങനെ കറക്റ്റാക്കിയിട്ട് വെച്ചെടുത്ത്. അപ്പോൾ ഈ മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പോലെ കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ് കേട്ടോ. നല്ല തിഞ്ചാണ്. എനിക്ക് തലട്ട് നോക്കുമ്പോഴൊക്കെ തല പൊട്ടി തെറിച്ചാതി ചൂടാൻ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ച് മേലെ സൈഡിലൊക്കെ സീല വെച്ച് മേലെ ഒരു സീറ്റൊക്കെ വെച്ച് നല്ല മൂടിയൊക്കെ വെച്ച് നമ്മൾ നല്ല കല്ലൊക്കെ വെച്ച് നല്ല ടൈറ്റാക്കി. ഇനി 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പൊന്തിക്കുകയാണ്. നമ്മളെ സീറ്റൊക്കെ മാറ്റിയിട്ട് ഇതാ കണ്ടില്ല, നമ്മളെ ചിക്കൻ മന്തി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിന് പൊന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അടിക്കും. അപ്പോൾ ഞങ്ങൾ പിന്നെ ചിക്കൻ്റെ മേലത്തെ ചിക്കന് നല്ല കൊക്കായിട്ട് തന്നെ പൊളിച്ച് നമ്മൾ ഇവിടെ ചെമ്പ് നമ്മൾ പൊന്തിച്ചിട്ട് ശരിക്കും നമ്മൾ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് കേട്ടോ. കാരണം അതിന് പൊന്തിക്കാനെന്നുണ്ടെങ്കിൽ കറക്റ്റ് കുറച്ച് പണിയില്ല. അപ്പോൾ നമ്മൾ കുളത്തൊക്കെ ആദ്യം അതിൻ്റെ കുളത്തൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഈ കുളത്തിന് നമ്മളെ വലിച്ചിൻ്റെ ചെയിനിൻ്റെ ചങ്ങലിട്ടിട്ട് നന്നായിട്ട് വലിച്ചിട്ടാണ് നമ്മൾ പൊന്തിക്കുന്നത്. മറ്റേ ചൂടുള്ള ചെമ്പോ അവിടുന്ന് പിടിക്കാനൊക്കെ വലിയ റിസ്ക് ആയതുകൊണ്ട് നമുക്ക് ചെയിനാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം മുക്കണ മാതിരി അല്ല ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് പൊന്തിച്ച് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ചെയിൻ ഇങ്ങനെ വലിച്ച് സാവധാനം ഇങ്ങനെ പൊന്തിച്ച് ഇവിടെ അങ്ങനെ പതുക്കെ ഇങ്ങനെ ചെങ്ങലിങ്ങനെ വലിച്ചിട്ട് ഏകദേശമൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമ്മളെ ചെമ്പ്. അങ്ങനെ ചെമ്പൊക്കെ മേലെ എത്താറായിക്കണം കേട്ടോ. നമ്മൾ വിചാരിച്ച സ്പീഡിലല്ല, അത് പതുക്കെ ഇങ്ങനെ പൊക്കി കൊണ്ടുവരാനേ പറ്റുള്ളൂ. എന്നാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ കൈ കൊണ്ട് പൊന്തിക്കണ മാതിരിയല്ല, നമുക്കൊരു എഫേർട്ട് ഇല്ലാതെ നന്നായിട്ട് പൊക്കി കൊണ്ടുവരാൻ പറ്റും. ഒരാളുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കത് പൊന്തിക്കാം. അങ്ങനെ ചെമ്പൊക്കെ പൊന്തി മേലൊക്കെ പൊന്തി വന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് പിടിച്ച് വലിച്ച് കൊടുക്കും. നല്ല വെയിറ്റ് ഉണ്ട്, ചൂടും ഉണ്ടല്ലോ. അങ്ങനെ ചെമ്പൊക്കെ വക്കൊക്കെ തുടച്ച് നമ്മൾ കുറച്ച് ഇതിൻ്റെ മേൾക്ക് കുറച്ച് ചൂടുള്ള RKG ചൂടാക്കിയത് കൊന്നാണ്ട് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ മറിച്ചിനായി തന്നെ കുറച്ച് RKG വെച്ച് കാണുന്ന നന്നായിട്ട് ഇളക്കി ചേർത്ത് മറിച്ച് അത് മറിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ശരിക്കും വറ്റുകളൊക്കെ നമ്മൾ ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പിന്നെ നമ്മളെ മന്തിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മന്തി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ അൽബേ കിച്ചണുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒറിജിനൽ കുഴിമന്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.